ഹായ് ഓൾ. ഇന്ന് സോൾവിങ് ഇക്വേഷൻസ് വിത്ത് ലീനിയർ എക്സ്പ്രഷൻ ഓൺ ബോത്ത് സൈഡ്സ് ആണ് പഠിക്കുന്നത്. അതിലെ ആപ്ലിക്കേഷൻ ലെവലാണ് നമുക്ക് നോക്കാനുള്ളത്. The digits of a two-digit number differ by 3. If the digits are interchanged and the resulting number is added to the original number, we get 143. What can be the original number? എന്താണ് തന്നിട്ടുള്ളത്? ഡിജിറ്റ്സ് രണ്ടും തമ്മിൽ ഡിഫർ ചെയ്യുന്നുണ്ട്. എത്രയുണ്ട്? 3. അപ്പം ഫസ്റ്റ് നമ്പർ എന്താണ്? ഈക്വൽ ടു എക്സ് ആണെങ്കിൽ സെക്കൻഡ് നമ്പർ എന്തായിരിക്കും? സെക്കൻഡ് ഡിജിറ്റ് എന്തായിരിക്കും? ഈക്വൽ ടു എക്സ് പ്ലസ് 3. ഫസ്റ്റ് ഡിജിറ്റ് എക്സ് ആണെങ്കിൽ സെക്കൻഡ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 3 ആണ്. ഇതിനെന്താ? റിസൾട്ടിംഗ് നമ്പർ ഈസ് ആഡഡ് ടു ദ ഒറിജിനൽ നമ്പർ. ഇപ്പം ആദ്യം നമുക്ക് ഗിവൺ 2 ഡിജിറ്റ് നമ്പർ എഴുതാം. ഗിവൺ 2 ഡിജിറ്റ് നമ്പർ എങ്ങനെയാ? 2 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 10 into a plus b. വൺസ് പ്ലേസും ഉണ്ടാവും, ടെൻസ് പ്ലേസും ഉണ്ടാവും അല്ലേ? 2 ഡിജിറ്റ് നമ്പറിന്റെ വൺസ് പ്ലേസും ഉണ്ടാവും, ടെൻസ് പ്ലേസും ഉണ്ടാവും. അപ്പൊ ഗിവൻ 2 ഡിജിറ്റ് നമ്പർ എന്തായിരിക്കും? 10 into x plus 3 plus x. എന്താണ്? 10x plus 30 plus x equal to 11x plus 30 എന്നാണ്. ആദ്യത്തെ 2 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 11x plus 30 ആണ്. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? ഇഫ് ദ ഡിജിറ്റ്സ് ആർ ഇന്റർചേഞ്ച് ആൻഡ് ദ റിസൾട്ടിംഗ് നമ്പർ ഈസ് ആഡഡ് ടു ദ ഒറിജിനൽ നമ്പർ വി ഗെറ്റ് 143. അപ്പോൾ ഡിജിറ്റ്സ് ഇന്റർചേഞ്ച് ചെയ്യാവുന്നു. വിത്ത് ഇന്റർചേഞ്ച് ഓഫ് ഡിജിറ്റ്സ് നമ്പർ ബിക്കംസ് എന്താണ്? 10x plus x plus 3. 10x plus x plus 3 എന്ന് പറഞ്ഞാൽ 11x plus 3 ആണ്. 11x plus 3. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ആദ്യത്തെ നമ്പറും ഈ ഇന്റർചേഞ്ച് ചെയ്ത നമ്പറും കൂടി ആഡ് ചെയ്താൽ 143 കിട്ടുന്നു. അപ്പൊ ടോട്ടൽ എത്രയായിരിക്കും? ടോട്ടൽ ഈക്വൽ ടു 11x plus 30 plus 11x plus 3 equal to 143 എന്ന് കിട്ടി. 11x plus 3 plus 11x plus 30 equal to 143 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 22x plus 33 equal to 143 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യും? ട്രാൻസ്പോസിങ് 33 to RHS എന്ത് കിട്ടും? 22x equal to 143 minus 33 എന്താണ്? 110. ഡിവൈഡിങ് ബൈ 22 എന്ത് കിട്ടും? x equal to 110 by 22 എന്താണ്? 110 by 22 എന്ന് പറഞ്ഞാൽ 5 ആണ്. x equal to 5 എന്ന് കിട്ടി. അപ്പൊ രണ്ടാമത്തെ ഡിജിറ്റ് എന്ത് ചെയ്യും? സെക്കൻഡ് ഡിജിറ്റ് എന്താ? എക്സ് പ്ലസ് 3 ആണ്. അതായത് 5 plus 3 equal to 8. അപ്പൊ സെക്കൻഡ് ഡിജിറ്റും കിട്ടി. സെക്കൻഡ് ഡിജിറ്റ് കിട്ടിയാൽ നമുക്ക് എന്ത് പറയാം? ദ ഗിവൺ നമ്പർ എന്താണ്? ഈക്വൽ ടു 8 into 10 plus 5 equal to 85 എന്ന് പറയാം. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അർജുൻ ഈസ് twice as old as Shreya. 5 years ago, his age was 3 times of Shreya's age. Find their present ages. അപ്പം നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? അർജുൻ്റെ വയസ്സ് ശ്രേയൻ്റെ ട്വൈസ് ആണ്, ഡബിൾ ആണ്. 5 കൊല്ലം മുന്നേ അർജുൻ്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ ശ്രേയൻ്റെ ട്രിപ്പിൾ ആയിരുന്നു. ഇപ്പോഴത്തെ പ്രസന്റ് ഏജ് ഓഫ് അർജുൻ ആൻഡ് ശ്രേയ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം പ്രസന്റ് ഏജ് ഓഫ് ശ്രേയ എത്രയാ? എക്സ് ആയിട്ട് എടുക്കാം. അപ്പൊ പ്രസന്റ് ഏജ് ഓഫ് അർജുൻ എന്തായിരിക്കും? 2x തന്നിട്ടുണ്ട്. 2x ആണ് തന്നിട്ടുണ്ട്. പിന്നെ 5 years ago ശ്രേയന്റെ ഏജ് എന്താ? ശ്രേയാസ് ഏജ് x minus 5 ആണ്. അപ്പൊ അർജുന്റെ ഏജ് എന്താ? അർജുൻസ് ഏജ് എന്താ? 3 into x minus 5. പക്ഷെ നമുക്ക് പെർസെൻറ്റേജ് വെച്ചിട്ട് അർജുൻ്റെ ഏജ് എങ്ങനെയാണ് കിട്ടുക? 2x minus 5 equal to
3x മൈനസ് 5 എന്ന് നമുക്ക് പറയാൻ പറ്റും. 2x മൈനസ് 5 എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ഓഫ് അർജുൻ മൈനസ് 5 5 കൊല്ലം മുന്നേ ഈക്വൽ ടു 3x മൈനസ് 5 എന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. 3x മൈനസ് 5 എന്നാൽ 3x മൈനസ് 15 എന്ന് പറയാം. 2x മൈനസ് 5 ഈക്വൽ ടു 3x മൈനസ് 15 എന്ന് കിട്ടി. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്പോസിങ് 2x to RHS നമുക്ക് എന്ത് കിട്ടും, -5 ഈക്വൽ ടു 3x മൈനസ് 2x മൈനസ് 15 എന്ന് കിട്ടി. -5 ഈക്വൽ ടു x മൈനസ് 15 എന്ന് കിട്ടി. അപ്പം 15നെ ഈ ഭാഗത്തേക്ക് എടുക്കാം. ട്രാൻസ്പോസിങ് -15 to RHS അല്ല LHS എന്ത് കിട്ടും, 15 മൈനസ് 5 ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. 15 മൈനസ് 5 ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, 10 ഈക്വൽ ടു എക്സ്. അപ്പം നമുക്ക് എക്സ് ഈക്വൽ ടു 10 കിട്ടി. അപ്പം എന്താ, ശ്രേയാസ് പെർസെൻറ്റേജ് എന്താണ്, ഈക്വൽ ടു 10 എന്ന് കിട്ടി. അപ്പം അർജുൻ്റെ ഏജ് എന്താണ്, അർജുൻസ് പ്രസന്റ് ഏജ് ഈക്വൽ ടു 2 into 10 എന്താ, 20 ഇയേഴ്സ്.